അയ്യ മച്ചാമാരെ, നമ്മൾ വന്നിട്ടുള്ളത് നാഗർകോവിലാണ് കേട്ടോ. നാഗർകോവിൽ നമ്മൾ കൊടുത്ത കുഞ്ഞുങ്ങളെ തിരിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്. ഈ കാണുന്ന വലിയ സിമെൻറ്റിൻ്റെ ടാങ്ക് ഉണ്ടോ, ഇതിലുള്ള മീനുകളെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നിട്ടുള്ളത്. ഒരു വലിയ കൃഷിസ്ഥലമാണ് കേട്ടോ. എത്ര ഏക്കർ ഉണ്ടെന്നൊന്നും അറിയില്ല. ഇതിൻ്റെ ഓണർ ഇവിടെ നാട്ടിലില്ല. അപ്പോൾ അദ്ദേഹം അവിടുന്ന് കുഞ്ഞുങ്ങളെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്താണ്. പക്ഷേ വെള്ളത്തിൽ മൊത്തം കണ്ടോ പായൽ കിടക്കുന്നുണ്ട്. വെള്ളം ക്ലീനല്ല. അതാണ് നമുക്കൊരു ടെൻഷനുള്ളത്. എത്ര മീനുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ കിട്ടുന്നില്ല. ഫുള്ള് പായലാണ്. പായൽ ഒരുപാട് കിടക്കണോണ്ട് തന്നെ എന്താവും വെള്ളത്തിൻ്റെ അടിയിലുള്ള അവസ്ഥ എന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. സാധാരണ സിമെൻറ്റ് കുളങ്ങൾ ഇത്രയും പായലുണ്ടാവില്ല, നിങ്ങൾക്കറിയണതാണ്. നോക്കിയത് ഫുള്ള് പായലാണ്. അതായത് വെള്ളത്തിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് അത്രയും മോശമാണ്. ഇത്രയും വെള്ളം മോശമാണെന്നുണ്ടെങ്കിൽ എന്താവും നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. വെള്ളം മീനുകൾ കാണുന്നുണ്ട്, അവിടെ ചെറിയ മീനുകളുണ്ട്. ഞാൻ മീനുകളെ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ ഉണ്ടോ ചേട്ടന്മാർ അവിടെ വെള്ളം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെയുള്ള മോട്ടറാണ്. ഈ മോട്ടർ വെച്ചിട്ടാണ് വെള്ളം വെച്ചിരിക്കുന്നത്. മീൻ കാലിൽ തട്ടി പോട്ടോ. വലിയ മീനുകളുണ്ട്. അണ്ണേ കോരിക്കോങ്കെ വെള്ളം മീനെ കോരിക്കോങ്കെ. ആ ടൈമില്ലേ, മാർക്കറ്റ് ടൈം ഇല്ല. തണ്ണി അങ്ങ മുടിച്ചു പോട്ടും. വല എങ്ക ഇരിക്കും. വല ഇല്ല. ചെറുതാ പെരുസ് இருக்குன்னு சொன்னேன். ஆமா சிறுதா. சிறுதால எதுவும் முடியாது, பெருசு வேணும். ஆமா பெரிய வலை இருக்குன்னு சொன்னேன். சரி அண்ணே சீக்கிரம் பாருங்க, டைம் இல்லை, அதான் பிரச்சனை. சாப்பிட்டாச்சா? சரி. உங்கள் பேர் என்ன? யார் பேர்? உங்களோட பேர்? என் பேரா? ஆமாம், பெருமாள். பெருமாள், ரொம்ப பெரிய பேர். மீன் என்ன சைஸ் இருக்கு இது? என்ன இருக்கலாம் இவ்வளோ. அந்த சைஸ் இருக்கா? இவ்வளோ என்ன இருக்கலாம், இவ்வளோ இருக்கும். ஓ என்ன இருக்கலாம், இது பார்த்தா தெரியுமே என்ன நடக்கலாம். சரி. தண்ணி ரொம்ப மோசம் இல்லையா? இல்லை தண்ணி அப்பப்போ டெய்லி போயிட்டே இருக்கும். டெய்லி போயிட்டே இருக்கும். அப்போ தண்ணி எப்படி இந்த மாதிரி பாயல்? பாசி உள்ளே இருக்கலாம். அது பாசி நாங்கள் அப்பப்போ எடுத்துகிட்டு தான் இருக்கோம். இப்போ ஒரு வாரத்துக்கு முன்னே தான் எடுத்துருக்கு பாசி. அப்படியா? சரி. அப்போ எல்லாம் துப்புரம் தண்ணி வச்சுட்டு கழுவி எடுக்கணும். ஆமாம். இல்லை இந்த மாதிரி இந்த வேஸ்ட்டு இந்த மாதிரி பாயல் எடுத்தாங்க. ஒரு சொட்டு தண்ணி இல்லாமல் எல்லாம் மற்ற வச்சாகும். ஆமாம், இந்த மாதிரி தண்ணி வேஸ்ட் இருந்தால் மீன் வளைச்சி கிடக்காது. அதான் பிரச்சனை. மீன் சின்னதாக இருக்கும், பெருசு கிடக்காது. பெரிய மீன் என்ன பண்ணுவாங்க? ஆமாம், பெரிய மீன் இருக்கு, இல்லைன்னு சொல்லலை. ஆனால் சின்ன மீன் ஜாஸ்தி இருக்கு, அதான் பிரச்சனை. അപ്പോൾ ചേട്ടൻ പറയണത് എന്താ വെച്ചാൽ ഇതിൽ വെള്ളം ഡെയിലി ക്ലീൻ ചെയ്യണമെന്നുള്ളതാണ് ചേട്ടൻ പറയണത്. പക്ഷേ തണ്ണി ഡെയിലി പറ്റിടും. அப்படியா? அண்ணா இந்த வலையாலும் முடியாது, கொஞ்சம் கூட பெரிய வலை வேணும். அங்கேருந்து மொத்தமாக அரிசி இல்லை, அப்படி கிடைக்காது மீன். ஆமாம், ചെറിയ വല ഉണ്ടോ നോക്കും, നടക്കില്ല. ചേട്ടന്മാർ ഇവിടുന്ന് തുടങ്ങാണ്. அண்ணா பெரிய வலை வேணும், அதனால முடியாது. கிடைக்காது, மீன் கிடைக்காது. பெரிய வலை வேணும். ഇവർ ഈ കാണുന്ന ഈ ഒരു ചെറിയ വല കൊണ്ടാണ് ഇത് കോരാൻ പോണത്. മീൻ കിടക്കാതെ ടൈമില്ല, എടുങ്കോ. நீங்க ட்ரை பண்ணி பாருங்க, ஒரு தடவை பாருங்க எவ்வளவு கிடைக்குன்னு பாருங்க. அண்ணா அது எல்லாம் ஓட்டை, அது பாருங்க போய்க்கொள்ளுந்தா. அண்ணா மீன் கிடைக்காது, உடஞ்சி போகும். அதான் நான் சொல்றது. நான் வந்து கேரளா, மலப்புறம்.
இது நிக்காதியா வராது. சீக்கிரம் பாருங்க, இதை ஒரு ரவுண்டு பண்ணி பாருங்க. உங்களுக்கு மீன் கிடைக்குமா இல்லையான்னு பாருங்க முதல்ல. அதான் சொன்னேன், ஓட்டை இருக்கு, மீன் சின்ன வலை, மீன் கிடைக்காது. ശരി, എന്താ ചെയ്യാ, ഇവരോട് മര്യാദക്ക് നമ്മൾ പറഞ്ഞേ ഈ വല കൊണ്ട് മീൻ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവര് ഈ വല കൊണ്ടാണ് വരാലിനൊക്കെ വരുന്നത്. ഒരു മീൻ കിട്ടില്ല അണ്ണാ, അണ്ണേ ഒരു മീൻ കൂടി കിടക്കാതെ നിങ്ങൾക്ക്. കൊറേ പായല് കയറുണ്ട്. பிடிக்க முடியும். நீங்க சொல்லுங்க, அது சாருக்கு நாங்க சொல்ல கேட்க முடியாது. അപ്പോൾ നമ്മൾ ആ വല കൊണ്ട് കോരിയിട്ട് കിട്ടില്ല എന്നുള്ള അവർക്ക് ഏകദേശം മനസ്സിലായപ്പോൾ അവർ അടുത്ത വല എടുക്കാൻ വേണ്ടി പോകണം പാവങ്ങൾ. എന്താ നമുക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ. ശരി, പെരിയ വല പാരുങ്ക, பெரிய சைஸ் மீன் இருக்குது. சின்னதா பெருசா? பெருசா. அப்போ பெரிய வலை தான் வேணும். இந்த വലയിൽ പായൽ മട്ടും തകരും, മീൻ കയറാതെ. മീനുകളൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മീനുകളൊക്കെ അങ്ങോട്ട് പോകും. അതാണ് വരാലിൻ്റെ പ്രശ്നം. അവിടെ മീനെ കാണാണ്ട്, ആ കാണലുണ്ടാവുള്ളൂ. ഈ മൊത്തം നല്ല സിമെൻറ്റ് നല്ല അടിപൊളിയായിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ ഈ പായലില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഇവർ പറയുന്നുണ്ട് ഡെയിലി ഇത് ക്ലീൻ ചെയ്യണമെന്നുള്ളത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ സൈഡിലൊക്കെ പായൽ നിൽക്കണണ്ട, ഈ സൈഡൊക്കെ നോക്കിയത് മൊത്തം പായലാണ്. ഈ പായൽ പൊട്ടി പിടിച്ചിട്ടുണ്ട് ഇതിൽ നോക്ക്. ഇത് മോട്ടർ, ഇതാണ് വെള്ളത്തിൻ്റെ അവസ്ഥ. ഇതിലുള്ള മീനിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ പിടിച്ചാൽ മാത്രമേ അറിയുള്ളൂ, വേറെ ഒരു ഐഡിയ ഇല്ല. മീൻ പോകണുണ്ടോ? ആളവിടെ എത്തിയപ്പോൾ മീൻ പിടുത്തി. എന്താ ഇവര് വല വലിയ നോക്ക്. 4 ആളൊക്കെ ഉണ്ട്. മീൻ പോകുന്നതാണേ, വല മേലെ കൂടെ പോകുന്നത്. മീൻ തണ്ണിക്കുള്ളതായിരിക്ക്, മീൻ തണ്ണിക്കുള്ളതായിരിക്ക്, വല പോകുന്നത് തണ്ണിക്ക് മേലെ. അപ്പം എപ്പോഴും മീൻ കിടക്കും. ഇത് ഒരു കൊല്ലം നിന്നാലും ഇതൊന്നും മീൻ കിട്ടില്ല. മീനുകളൊക്കെ നിൽക്കണോക്ക്. നമ്മൾ പറയുമ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നും.
അവിടെ എങ്ങനെ ചെയ്യാതെ ഈ മോട്ടർ വെച്ചിട്ടുണ്ട് നീ വെള്ളടിക്കുന്നത് അണ്ണാ ഇതിൻ്റെ മോട്ടർ എത്ര വർഷം പഴക്കം 2 ദിവസമായി 2 വർഷമാ ജാക്കി എൻ്റെ പേരെന്താണ് ഒരു പേരെന്നാ മേട്ടുപ്പാളയം ജാക്കി ഇത് ജാക്കി അവനെ പിടിച്ചോ പൊന്ന് മച്ചാന്മാരെ പെട്ട് എന്ന് പറഞ്ഞാൽ പെട്ട് ഇപ്പം ഞാൻ നിൽക്കണണ്ട ഒരു തോട്ടത്തിന് നടുക്കാണ് സ്ഥലമാണ് നാഗർകോവിൽ മീനെടുക്കാൻ വേണ്ടി വന്നതാണ് മീനിട്ട് കിട്ടിയിട്ടുമില്ല എന്നാൽ വിശന്നിട്ട് അന്നനാളം കത്തിപ്പോയാണ് ഫുള്ളൊരു തോട്ടത്തിന് നടുക്കാണ് ഇവിടെ ഒരു സാധനം തിന്നാച്ചാ വല്ലാത്തൊരവസ്ഥ ഇവിടുന്ന് അടുത്തൊരു കട കണ്ടെന്നുണ്ടെങ്കിൽ 14 കിലോമീറ്റർ പുറത്തു പോകത്രേ മീനാണെങ്കിലിട്ട് പിടിച്ച് കഴിഞ്ഞിട്ടില്ല അവസ്ഥ തമിഴ്നാട്ടിലുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ 2 ലിറ്റർ വാങ്ങിട്ട് പോകേണ്ടതാണ് 5 രൂപ ആ വെള്ളത്തിൽ കിടക്കണമെങ്കിൽ ഇവർ ഈ ടാങ്കിൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ടാങ്ക് കെട്ടി പക്ഷെ ഇവിടെ എവിടെ ഒരു സ്ലോപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴിയോ ഒന്നും ഉണ്ടാക്കാതെ ടാങ്ക് കെട്ടി അപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ എല്ലായിടത്തും ഒരേ നിരപ്പാണ് വെള്ളം അപ്പോൾ ഈ ഫുട്ബോൾ ഈ റേഞ്ച് വരെ താഴുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം പോവില്ല അപ്പോൾ ഇവരെന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഡ്രം വെച്ച് ഈ പണിക്കാർ പാവങ്ങൾ ഇതേപോലെ മുക്കി പാരാണ് ചെയ്യണത് എന്നിട്ട് ആ പൈപ്പ് ചെയ്ത് നേരെ മേലേക്ക് മോട്ടർ അടിച്ച് വെക്കാം നല്ല മല്ലാണ്ടത് ചില്ലറ പണിയൊന്നുമല്ല ഇത്ര ബക്കറ്റ് വെള്ളം മുക്കി കഴിഞ്ഞിട്ടാണ് ഇത്രയും വെള്ളമുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ ഏകദേശം 10 മണി ടൈമിൽ വന്നാണ് ഇത്ര നേരമായിട്ട് ഒന്നും ആയിട്ടില്ല വെള്ളം കുറഞ്ഞാൽ മാത്രമേ മീനെ പിടിക്കാൻ പോകുള്ളൂ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല ഇതിൻ്റെ എഞ്ചിനീയർ ഒരു മരമണ്ടൻ തന്നെ പൊട്ടൻ പൊട്ടങ്ങണാപ്പൻ